ചെല്ലാനം മാതൃകയിൽ ടെട്രാപോഡ് കടൽ ഭിത്തി ഉയരുന്നതിന്റെ ആശ്വാസത്തിലാണ് കണ്ണമാലി നിവാസികൾ. 306 കോടി രൂപയുടെ ടെട്രാപോഡ് നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ടം പൂർത്തിയാകുന്നതോടെ കണ്ണമാലിയിലെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള ദുരിത ജീവിതത്തിനാണ് ആശ്വാസമാകുന്നത്. കടൽ രൂക്ഷമാകുന്നതോടെ കണ്ണമാലിയിലെ ജനങ്ങളുടെ ഉള്ളിൽ ഭീതി ആർത്തിരമ്പും. കടൽ വെള്ളം കയറി ഒറ്റപ്പെട്ട വീടുകൾ നിരവധിയാണിവിടെ. ഉറക്കമില്ലാത്ത രാത്രികളിലൂടെയും ആശങ്കയുടെ പകലുകളിലൂടെയുമാണ് ഇവരുടെ ജീവിതം. ഓരോ രാത്രിയും ഉറക്കമില്ലാത്ത രാത്രിയായി മാറിക്കൊണ്ടിരിക്കും. പേടി തോന്നുന്ന രാത്രികളാണ്. അപ്പോൾ രാത്രിയാകുമ്പോൾ തന്നെ ഞങ്ങൾ സാധനങ്ങളെല്ലാം എടുത്ത് ഇപ്പോൾ വേണമെങ്കിലും നമുക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാവും. ഞങ്ങളൊക്കെ വാടക വീട്ടിൽ താമസിച്ച് കഴിഞ്ഞ വർഷം വാടക വീട്ടിലാണ് താമസിച്ചത്. 7 ദിവസം താമസിച്ചത്. അതുപോലെ ഇവിടെ ചുറ്റുപാടുള്ള എല്ലാവരും വാടക കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ അടുത്ത വീട്ടിലും കൂട്ടുകാരുടെ വീട്ടിലും സ്വന്തക്കാരുടെ വീട്ടിലൊക്കെ താമസിച്ചാണ് കഴിഞ്ഞത്. രൂക്ഷമായി കടലാക്രമണം നടന്ന ചെല്ലാനത്ത് ടെട്രാപോഡ് നിർമ്മാണം പൂർത്തിയായതോടെ ജനജീവിതം സുരക്ഷിതമായി. ഈ പ്രതീക്ഷയിലാണ് കണ്ണമാലിയിലെയും ജനങ്ങൾ. നമ്മളെ കണ്ണു മുൻപിൽ കണ്ടേക്കണല്ലേ, ചെല്ലാനത്ത് അറ്റം മുതൽ പുത്തന്തോട് വരെ ഒരു അനക്കവും ഇല്ല. കടൽ ഇത്ര ശോഭിച്ചിട്ടും അവരുടെ അവിടേക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ. അപ്പോൾ നമുക്ക് ഉറപ്പാണ് ഈ ടെട്രാപോഡ് വരികയാണെങ്കിൽ ഞങ്ങളുടെ ജീവിത നിലവാരം തന്നെ മാറും. ഞങ്ങളുടെ ജീവനും അതുപോലെ സ്വത്തിനും ശാശ്വതമായ ഒരു പരിഹാരം. ഞങ്ങൾ അധ്വാനിക്കുന്ന തുക മുഴുവൻ ഉണ്ടാക്കി ആണ് വീട് വെക്കണം. എന്നിട്ട് നമുക്ക് താമസിക്കാൻ പറ്റില്ല. അതെല്ലാം കടൽ കൊണ്ടുപോകും. കടലാക്രമണത്തിൽ സ്വന്തം മണ്ണിൽ നിന്നും വീട് വിട്ടിറങ്ങേണ്ടി വരുന്ന കണ്ണമാലി നിവാസികൾക്ക് 3.5 കിലോമീറ്റർ ദൂരത്തിൽ ടെട്രാപോഡ് നിർമ്മാണം നടക്കുന്നത് വലിയ ആശ്വാസമാണ്. ഇപ്പോൾ 2-3 വീട്ടുകാരാണ് ഇവിടെ നിന്ന് വാടകയ്ക്ക് പോയി താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് നിവൃത്തിയുണ്ടായിട്ടല്ല, കാരണം മത്സ്യത്തൊഴിലാളികളാണ്. അപ്പോൾ 8,000-6,000 രൂപയൊക്കെ ഒരു മാസം വാടക കൊടുത്ത് താമസിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചോളം അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇങ്ങനൊരു ന്യൂസ് കേട്ടത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണത്. അത് എത്രയും വേഗം നടക്കട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കടലോരങ്ങളിലെ ജീവിതം സുരക്ഷിതമായിരിക്കുമെന്ന ഉറപ്പാണ് ടെട്രാപോഡ് നിർമ്മാണത്തിലൂടെ സർക്കാർ നൽകുന്നതും. ഞങ്ങൾക്കൊരു സമാധാനം കിട്ടുള്ളൂ. ഞങ്ങൾക്ക് മനസ്സിൽ ധൈര്യപ്പെട്ട് കടലേക്ക് പോവാം. ഞങ്ങൾ വരുമ്പോൾ ഭാര്യയും കുഞ്ഞുങ്ങളും അമ്മയും കൂടെ അപ്പുറപ്പുമാരെ ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു കണ്ടീഷനാണെങ്കിൽ ഞങ്ങൾ പോയിട്ടും വരുമ്പോൾ ഇവിടെ ആരുണ്ടാവുന്നതിന് ഞങ്ങൾക്കൊരു പിടിയില്ല. കടലാക്രമണത്തിന്റെ ഇരകളായി വാടക വീടുകളിൽ മാറി മാറി ജീവിതം തള്ളി നീക്കുന്ന കണ്ണമാലി നിവാസികളെ ചേർത്തു നിർത്തുകയാണ് സർക്കാർ. ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ട അനുമതി ലഭിച്ചത് കടലാക്രമണ ഭീതിയിൽ കഴിയുന്ന ഇവിടെയുള്ള ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. ക്യാമറമാൻ രാജു വർഗീസിനോടൊപ്പം അമൽനാഥ്, കൈരളി ന്യൂസ്.